രാജൻ ഇവിടെ ഇല്ലേ ചേച്ചി? ഇവിടെ ഇല്ല ജോയി. എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അഡ്വാൻസ് മേടിച്ചു പോയിട്ട് നാള് കുറേയായി. പണിയും ചെയ്തു വന്നിട്ടില്ല, പൈസയും ഇല്ല. ഈ കണക്കിനാണെങ്കിൽ അയാൾ വിവരം അറിയും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എടി സുധേ, നിന്റെ കെട്ടിയവന് ഇത് എന്നാ ഭാവിച്ച? ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോവുക. നിന്റെ കഴിവുകേട് കൊണ്ടാണെന്നല്ലേ എല്ലാവരും പറയൂ. എന്ത് പറയാനാ ചേച്ചി, എൻ്റെയും പിള്ളേരുടെയും വിധി. അത് ഓർത്ത് വിഷമിക്കുക. എന്ത് ചെയ്യും ഞാൻ? സമൂഹത്തെ നശിപ്പിക്കുന്ന, ജീവിതങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സാമൂഹിക വിപത്താണ് ലഹരി ഉപയോഗം. കുട്ടികളായാലും പ്രായമായവരായാലും യുവാക്കളായാലും ലഹരി ഉപയോഗങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് ആരും മുക്തരാകുന്നില്ല. ലഹരിയുടെ ദുരുപയോഗത്തിനും ലഹരി കടത്തിനും എതിരായ പോരാട്ടത്തിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു മത്ത് വിപത്ത്. ഇന്ന് വെച്ചും വരുന്നുണ്ട് കുടിച്ചില്ലെത്തില്ലാതെ മോനെ. എടി ഒരുമ്പട്ടോളെ കൊല്ലും ഞാൻ. എന്താ നീയൊക്കെ എന്നെ കുറിച്ച് അച്ഛൻ കൊല്ലാൻ വരുന്നടാ. രണ്ടിനെ ഞാനിന്ന് ശരിയാക്കും. എന്റെ ഇഷ്ടത്തിന് നിന്നോണം. ഞാൻ കുടിക്കും, ഞാൻ എന്തും ചെയ്യും. അതെന്റെ ഇഷ്ടം. മര്യാദക്കല്ലെങ്കിൽ രണ്ടിനെ ഞാൻ കൊല്ലും. അച്ഛൻ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുകയല്ല മോനെ. അച്ഛൻ ഈ പോക്ക് പോയാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. എന്തു പറ്റി ചേട്ടൻ? പിന്നെയും കുടി തുടങ്ങിയോ? ഇതെന്തു പരിപാടിയാണ്? അയൽക്കാരെ ഇവിടെ കിടത്തി ഓർക്കൂലേ? വന്നല്ലോ അടുത്തയാള്. എന്താ ഇത്? കുറെ കാലമായാലും അടിയും ബഹളവും ഒക്കെ ആയിട്ട് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുവാണോ? അയ്യോ, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാ മതി. പോടി, നീ വീട്ടിൽ പോടി. ഹലോ, സോമേട്ടനല്ലേ? ഈ രാജൻ ചേട്ടൻ്റെ വീട്ടിലെ ഭയങ്കര ബഹളം. അവൻ പിന്നെയും കുടിച്ചു വന്ന് ഭാര്യയും കുട്ടിയെയും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക. ചേട്ടൻ ഒന്ന് വേഗം വരണം. ശരി ചേട്ടാ. കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ. ചോര വല്ലാതെ ഒഴുകുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഓ ഭായ്, खून निकल रहा है, हॉस्पिटल लेके जाओ. അവിടെ എല്ലാം നമുക്ക് കൊച്ചിനെയൊക്കെ തന്നെ തകൂടിയേറ്റി ആഹാ, എൻ്റെ കൈയൊക്കെ കുത്തി കീറിയിട്ടുണ്ടല്ലോ. കൈ കീറിയിട്ടുണ്ടല്ലോ. ചോര ഏൽക്കുന്നുണ്ടല്ലോ. ആരാ ഉള്ളേ? ഒരു തുണിയും കിടത്താൻ വേണ്ടി. നീ വീണ്ടും കുടി തുടങ്ങിയോ? ഞാൻ കുടിക്കും പലതും ചെയ്യും. ചില്ല കളിക്കരുത് കേട്ടോ. ചില്ല, ഇത് മുറിയും. വീട് വീട് വീട്. കുപ്പി വിടറാ. കുപ്പി ഇങ്ങോട്ട് താ. കുപ്പി തടാ ഇങ്ങോട്ട്. നീ അവിടെ ഇരുന്നേ. എന്നെ അറിവൊന്നും ഇല്ല, നോക്കണ്ട, മറിയ. അവിടെ ഇരിക്കാം. നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊന്ന് കെട്ടട്ടെ. ഓ വേണ്ടായിരുന്നു.
എടാ ഒരരിശത്തിന് കെണ്ടി ചാടിയ 7 അരിശത്തിന് കയറിപ്പോരില്ല. അത് നീ മനസ്സിലാക്കും. പേടിക്കണ്ട, കയറിപ്പോരെ. ഇപ്പം എന്താ പുതിയ പ്രശ്നം? മോനും ഞാനും കഷ്ടപ്പെട്ട് പണി ചെയ്ത് കിട്ടുന്ന പൈസ ഇങ്ങേർക്ക് കുടിക്കാനും വലിക്കാനും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ ബഹളം. സത്യമായിട്ട് ഇയാൾ ഈ പോക്ക് പോയാൽ ഞാനും എൻ്റെ കുഞ്ഞും ജീവിതം അവസാനിപ്പിക്കും. അതൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാകും. മടുത്ത് ചേട്ടാ, നീ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങേരുടെ മനസ്സൊന്ന് മാറ്റിത്താ. ചേട്ടാ, ഇപ്പോൾ കുടി മാത്രമല്ല, എന്തൊക്കെയോ സിറിഞ്ചിൽ കുത്തി കയറ്റുന്നുമുണ്ട്. ഈ മകനെയെങ്കിലും ഒന്ന് ഓർക്കണ്ടേ ചേട്ടാ? അതെ, ഇപ്പം അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ്റെ തലയ്ക്കകത്തൊന്നും കയറില്ല. ഞാൻ നാളെ വന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം. രാജാ, എടാ, നിന്നോടിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നീ എൻ്റെ കൂടെ വാ, നിന്റെ കൈയൊക്കെ ഒന്ന് റെഡിയാക്കി വരാം. അതൊന്നും വേണ്ട. ചെല്ല് ചേട്ടാ, വാടാ, എഴുന്നേക്കടാ. ആശുപത്രി പോയിട്ട് വാ. ചെല്ല്, പോയിട്ട് വാ. മോനെ, നീ അകത്തേക്ക് പോകൂ. അമ്മേ, ദേ ശ്യാമചാട്ടൻ വന്നിട്ടാ, കേറി വാ. രാജനില്ലേ? രാവിലെ വല്ലതും അടിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല ചേട്ടാ, ഇപ്പം ഞാൻ വിളിക്കാം. നിന്റെ കൈ എങ്ങനെ ഉണ്ടാ? ഓ, നീ ഇന്നലെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് അറിയാമോ? എനിക്കൊന്നും കേൾക്കണ്ട. നീ കേട്ടേ പറ്റൂ. നിനക്ക് എന്നാ പറ്റിയടാ? നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടായിരുന്നു ഇത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടും റീൽസൊക്കെ ചെയ്തും പൊതുപ്രവർത്തനത്തിലെല്ലാം ഇടപെട്ടും മറ്റുള്ളവർക്ക് മാതൃകയായി കഴിഞ്ഞ വീടല്ലേ ഇത്. നിങ്ങൾ മാതൃകാ ദമ്പതികളായിരുന്നില്ലേ? ചേട്ടൻ അവിടെ ഇരുന്നേ. നിനക്ക് ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു? നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് നീ മദ്യം കഴിച്ച് നശിപ്പിച്ചില്ലേ? പിന്നെ നിന്റെ ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് കൂടി നീ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അച്ഛാ പ്ലീസ്. ചേട്ടാ, എന്തിനാ നമ്മുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്? എടാ രാജ, നീ ഇവർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചേട്ടാ, എനിക്കിതൊന്നും നിർത്താൻ പറ്റുന്നില്ല. ഇതില്ലാതെ ജീവിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യും? നമ്മളൊരല്പം താണു കൊടുത്താൽ കുടുംബജീവിതം ലഹരിയാക്കാൻ കഴിയും. അതിനി ഞാൻ എന്താ ചെയ്യണ്ടേ? അതിനൊക്കെ വഴിയുണ്ട്. നീ എൻ്റെ കൂടെ വാ, നമുക്കിത് മാറ്റിയെടുക്കാം. ഇപ്പോഴോ? ആ, ഇപ്പം തന്നെ. ചെല്ല് ചേട്ടാ, സോമൻ ചേട്ടൻ്റെ കൂടെ ഇപ്പം തന്നെ ചെല്ല്. ഞങ്ങളെ ഓർത്തെങ്കിലും. ബാ ചേട്ടാ. പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഇതേ ഞാനങ്ങ് ഉപേക്ഷിക്കുക. ആനന്ദമായി സിരകൾ പടരുന്ന ഘോര വിപത്തു നീ വിടരുന്ന പൂവിൻ്റെ മണമെല്ലാം കവരുന്ന ദുർവിധി നീ ലഹരിയായെപ്പോഴും. അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛാ, ഇതാണ് ഞാൻ വിളിച്ചു പറഞ്ഞ പേഷ്യൻ്റ്. ആകെ പ്രശ്നമായിരുന്നു. ഒന്ന് നേരെ ആക്കിത്താ. ആരെ വിളിച്ചോ? സിസ്റ്റർ ഒന്ന് വന്നേ. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? രാജൻ. സുഖമല്ലേ? ഇവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കണം. ശരി. എന്നാ റൂമിലേക്ക് ചെല്ലാം. എന്നാ അകത്തേക്ക് പോവാൻ വരൂ. ആ, സോമൻ ചേട്ടനാ, കേറി വാ. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ആള്?
ഒരു കുഴപ്പവും ഇല്ല ചേട്ടാ. ഇപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ചേട്ടനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കയറി വാ ചേട്ടാ. എന്താ പരിപാടി? ഏതാണ് നല്ല ഒരുക്കത്തിലാണല്ലോ. പഴയ പോലെ ഞങ്ങളൊരു റീലൊക്കെ ചെയ്യാൻ നോക്കുക. ആഹാ, ആ വാ, ഞാനും സഹായിക്കാം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ. അഭികാമ്യമല്ലാത്ത ആനന്ദമായി സിരകൾ പടരുന്ന ഘോര വിപത്ത്